ഞാൻ വയോജനത്തിലെത്താത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു മനസ്സിലാവണമെന്നില്ല. എന്നാലും ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ കണ്ടുപോകാൻ നമുക്ക് പരിശ്രമിക്കാം. ഇപ്പം ഞാൻ ഈ ജിസിലൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പ്രൈവറ്റിലൂടെയൊക്കെ വന്ന് ജിസിലൊക്കെ ഇതിലൂടെയൊക്കെയാണ് ഈശോയ്ക്ക് അതിന് കൂടുതൽ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ യെസ് ലോഡ് എന്ന് പറയാനും ഒരു പഠിപ്പ് പഠിച്ചത്. അതുവരെ നമ്മുടെ ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു കുഞ്ഞു പ്രൈവറ്റിൽ പരിഹാരത്താണ് കണ്ണൂരെ പഠിച്ചത്. എന്താണ് യഥാർത്ഥം നടക്കുന്നത്? അവർക്കത് സത്യാവസ്ഥ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 60 ദിവസത്തിനുള്ളിൽ നമുക്കൊരു മെയിൻ്റനൻസ് ഇടക്കാല ആശ്വാസമായിട്ട് 10,000 രൂപ വരെ നമുക്ക് അനുവദിച്ചു കിട്ടും. മക്കളുടെ സാമ്പത്തികം നോക്കണം കേട്ടോ. എന്നുവെച്ചാൽ തീരെ കഴിയാത്ത മക്കളെ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ ശമ്പളം അനുസരിച്ച് അതായത് 10,000 രൂപ വരെയാണ് ഇതുവരെ ഉണ്ടായത്. പക്ഷെ 2023 ശേഷം അത് കുറച്ചുകൂടെ കൂട്ടാൻ നിയമം നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ പുതിയ പഞ്ചവത്സര പദ്ധതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയസ്സായ സംരക്ഷണം ഏറ്റവും വലിയ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളോ ചെറുമക്കളൊക്കെ നാട് വിട്ട് പോകുന്ന അവസ്ഥയാണ്. പാരൻസ് ആണ് വയസ്സായ നമുക്കറിയാം. ഇപ്പൊ പ്രായമായതിന്റെ കൂടുതൽ ഇഷ്ടദാനമായി നോക്കിക്കൊള്ളാം എന്നൊരു വാക്ക് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും ഞാൻ അങ്ങനെ ഒരു ആർഡിഒ ഓഫീസിൽ ഞാൻ അറിയുന്ന ഒരു സാറായിരുന്നു. ഇവിടെ കാവേരിയുള്ള സാറായിരുന്നു, ആളും അറിയോ. ആ സാറ് എന്നോട് പറഞ്ഞു, വായോ നമുക്ക് എൻ്റെ ഓഫീസിലേക്ക് ഞാൻ ഒരു ആളുകളെയും കാണിച്ചു തരാൻ പറഞ്ഞ് സജിൻ സാറായിരുന്നു. സജിൻ സാറിന് മോൻ ഞങ്ങൾക്ക് ജാക്സൺ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ച് എൻ്റെ സൈഡിലെത്തി ഇങ്ങനെ പാരൻസിനെ നോക്കാത്ത മക്കളെ അവിടെ ഇരുത്തി അപ്പുറത്തെ പാരൻസിനെത്തി സംസാരിച്ചു. ഇത്രയും വെച്ച് കൊടുക്കണമെന്ന് കർശനായിട്ട് പറഞ്ഞപ്പോൾ അതുവരെ പാരൻസിനോട് നിർദ്ദേശം പോയി ഇതിനെ ചെയ്യില്ലാത്തെന്ന് പറയുന്നു. 3 ദിവസം ചെയ്യിക്കാത്ത അധികാരം ആഗ്രഹിക്കുന്നു. അപ്പം തന്നെ വിളിച്ചു. നമ്മുടെ വല്യച്ഛൻ തന്നെയാണ്. രണ്ടുപേരെ കണ്ടെത്താനും ഇവിടെ അവരുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും എല്ലാത്തിനും വല്യച്ഛൻ വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. ഈ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പം ഞാൻ വല്യച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയാണ്. ഇതോടൊപ്പം നമ്മുടെ കൊച്ചച്ഛൻ, സിസ്റ്റേഴ്സ് എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാതൃസംഘം, വിൻസെൻ്റ് പോള്, ദർശന സഭാ അംഗങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി ഹോൾ അറേഞ്ച് ചെയ്യാനും ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്താനും എല്ലാത്തിനും വളരെയധികം ഞങ്ങളോട് സഹകരിച്ചു. എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. ഇതിലുപരി ഞങ്ങളുടെ കാറ്റിസൺ ടീം അവരെല്ലാവരും ഇതിനു വേണ്ടി നന്നായി സഹകരിച്ചു. ഞങ്ങളെ പൂർണ്ണമായി പരിശുദ്ധാത്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ വളരെ പറയുന്നു, സ്വസ്തി കർത്താവിലൂടെ സ്ത്രീകളെല്ലാം ഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങനെ